Good afternoon, all. Good afternoon. Good afternoon. പറഞ്ഞിട്ട് റിപ്ലൈ ഒന്നും ഇല്ലല്ലോ. ഇവിടെ ഇല്ല ക്ലാസ്സിൽ. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല. ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മള് ലാസ്റ്റ് വൺ എടുത്തത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആയിരുന്നു. ആ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ചെയ്തില്ലേ? കഴിഞ്ഞില്ലേ നമ്മുടെ ചാപ്റ്റർ? ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് മോഡ്യൂളിൽ ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആയിട്ടുണ്ടല്ലോ. ഇനിയിപ്പോ എടുത്തുകൊണ്ടിരിക്കുന്ന ടെർമിനോളജി ഉണ്ട്, ദെൻ ലബോറട്ടറിയുടെ കുറച്ചൊരു സെക്ഷൻ, അത് മാത്രമല്ല ഇനി എടുക്കാനായിട്ടുള്ളൂ. ബാക്കി പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് അല്ലേ? ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മോഡ്യൂളിൽ ഏതെങ്കിലും ചാപ്റ്റർ മിസ് ആയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ ആണല്ലോ. എംഎംഎസ് എടുക്കുന്ന ലബോറട്ടറിയുടെ ഒരു കുറച്ച് ഭാഗമുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ടെർമിനോളജിയിലെ അബ്രിവിയേഷൻസിന്റെ കുറച്ച് സെക്ഷൻസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ ബാക്കി എല്ലാ പോർഷൻസുകളും? ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ എടുക്കുന്നത് ഒരു എംഎംഎസ് എടുത്തതിന്റെ കുറച്ച് ലാസ്റ്റ് ഒരു പേജ് ബാലൻസ് ഉണ്ടായിരുന്നു ലബോറട്ടറിയിലെ ആ ഒരു സെക്ഷൻ ആണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. ഓൾറെഡി നിങ്ങൾ എടുത്തു കഴിഞ്ഞതാണ് മിസ്. ലാസ്റ്റ് ഒരു റെസ്പോൺസിബിലിറ്റി മാത്രം എടുക്കാനുള്ളൂ. സോ അതാണ് ഇനി ഞാൻ എടുക്കാൻ പോകുന്നത്. ഓക്കെ, ലബോറട്ടറിയുടെ ചാപ്റ്ററിലെ ലാസ്റ്റ് സെക്ഷൻ നോക്കാം. വാട്ട് റെസ്പോൺസിബിലിറ്റീസ് ആർ കോമൺ ഫോർ ലാബ് മാനേജർ ജോബ്സ്? അതായത് ഒരു ലാബ് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന്. ലബോറട്ടറി മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി കുറച്ചധികം റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. സോ ബൈഹാർട്ടൊന്നും ചെയ്യണ്ട, മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, കുറച്ചധികം ഉണ്ട് പോയിന്റ്സുകള് നോക്കാം കേട്ടോ, ശ്രദ്ധിക്കാം. ഓക്കെ, പേജ് ഒക്കെ എടുത്ത് വെക്കാം കേട്ടോ. ലബോറട്ടറി എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ലാസ്റ്റ് സെക്ഷൻ ആണ്. പേജ് 23 ആണ്. ഓക്കെ, നോക്കാം. റെസ്പോൺസിബിലിറ്റീസ് പറയുന്നത് ശ്രദ്ധിക്കാം ഓരോ പോയിന്റുകളും. ഔട്ട്ലൈൻ, എക്സിക്യൂട്ട് ആൻഡ് സൂപ്പർവൈസ് ദ ലബോറട്ടറീസ് ക്വാളിറ്റി മാനേജ്മെന്റ്. ലബോറട്ടറി ക്വാളിറ്റി മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ ഔട്ട്ലൈൻ ചെയ്യണം, then അതിനെ എക്സിക്യൂട്ട് ചെയ്യുക. ഔട്ട്ലൈൻ ചെയ്യാന്ന് വെച്ചാല് അതിന് വേണ്ടുന്ന ഒരു രൂപരേഖ തയ്യാറാക്കണം, അതുപോലെ തന്നെ ആ പ്രവർത്തനങ്ങളെ സൂപ്പർവൈസ് ചെയ്യുക, then എക്സിക്യൂട്ട് ചെയ്യുക, നടപ്പിലാക്കുക. then രണ്ടാമത്തെ റെസ്പോൺസിബിലിറ്റി, കോണ്ടാക്ട് വിത്ത് nursing and other hospital staff whenever needed. ആവശ്യമുള്ളപ്പോ ഹോസ്പിറ്റൽ നഴ്സിംഗ് സ്റ്റാഫുകളുമായിട്ടും അതുപോലെ തന്നെ എന്താണ് ഹോസ്പിറ്റലിലെ മറ്റ് സ്റ്റാഫുകളുമായിട്ടും കോണ്ടാക്ട് ചെയ്യണം. Then implement policies and procedures connected with specific area. സ്പെസിഫിക് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർദ്ദിഷ്ട മേഖലയിൽ, അതായത് ലബോറട്ടറിയിലെ ആ ഒരു മേഖലയിലെ പ്രവർത്തനങ്ങൾ, പോളിസികളും പ്രൊസീജിയേഴ്സുകളും ഇംപ്ലിമെന്റ് ചെയ്യണം, നടപ്പിലാക്കുക. ഓക്കെ, access, observe, track and train technical and employee performance. ആക്സസ് അല്ലെ, അതായത് വിലയിരുത്തണം, അതുപോലെ തന്നെ നിരീക്ഷിക്കല, ട്രാക്ക് ചെയ്യുക എവിടുത്തെ എംപ്ലോയിയുടെ പെർഫോമൻസ്. ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ പെർഫോമൻസിന് ഒബ്സർവ് ചെയ്യണം, അവരുടെ പ്രവർത്തനങ്ങൾ ട്രാക്ക് ചെയ്യുക, then വിലയിരുത്തുക. Then arrange on site training for new and existing staff members. Arranging on site training new and existing staff members. പുതിയ അംഗങ്ങള് ഇപ്പോൾ ലബോറട്ടറിയിൽ പുതിയ സ്റ്റാഫുകൾ വരുമ്പോഴും പിന്നെ ഓൺ സൈറ്റിലുള്ള ഓൾറെഡി അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റാഫുകൾക്കും ട്രെയിനിങ്സും കാര്യങ്ങളും കൊടുക്കുക. ഓക്കെ, ഫസ്റ്റ് 5 റെസ്പോൺസിബിലിറ്റി ആണ് നമ്മൾ വായിച്ചത്. 5 ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ആദ്യത്തെ 5 റെസ്പോൺസിബിലിറ്റി ആണ് പറഞ്ഞത്, അത് 5 ഒന്ന് വായിച്ചു നോക്കുക പോയിന്റ്സുകള്.
5 പോയിന്റ് ഓക്കെ ആണോ? ഒന്നാമത്തെ പോയിന്റ് നോക്കാം. ഔട്ട്ലൈൻ, എക്സിക്യൂട്ട് ആൻഡ് സൂപ്പർവൈസ് ലബോറട്ടറി ക്വാളിറ്റി മാനേജ്മെന്റ്. ലബോറട്ടറിയുടെ ക്വാളിറ്റി മാനേജ്മെന്റ് മീൻസ് ഗുണനിലവാരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടപ്പാക്കുക, അതിന്റെ രൂപരേഖ തയ്യാറാക്കണം, എക്സിക്യൂട്ട് ചെയ്യുക, അതിനെ നടപ്പാക്കുക, ദെൻ ആ പ്രവർത്തനങ്ങളെ മേൽനോട്ടം വഹിക്കണം, സൂപ്പർവൈസ് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് ഇത് 5 പോയിന്റ് ക്ലിയർ ആണല്ലോ. റെസ്പോൺസിബിലിറ്റി വായിച്ചു നോക്കിയിട്ട്. ഓക്കെ, ദെൻ ഇനി അടുത്ത പോയിന്റ് നോക്കാം. ഡിസ്ചാർജ് അഡീഷണൽ ഡ്യൂട്ടീസ് as assigned in support of laboratory operations. ലബോറട്ടറി പ്രവർത്തനങ്ങൾ ഡിസ്ചാർജ് ഉദ്ദേശിക്കുന്നത് നിർവഹിക്കുക, ചെയ്യുക എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. അഡീഷണൽ ഡ്യൂട്ടീസ് as assigned in support of laboratory operations. ലബോറട്ടറി പ്രവർത്തനങ്ങൾക്കായിട്ട് ലബോറട്ടറി പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്ത് പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് അഡീഷണൽ ആയിട്ടുള്ള ഡ്യൂട്ടീസ് കൂടി നിർവഹിക്കുക. Then extend customer service to include all internal and external customers. അതായത് പറയുന്നത് എക്സ്റ്റെൻഡ് ചെയ്യാണ്, വിപുലീകരിക്കുക അല്ലേ. അതായത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ്, ഇപ്പൊ ഓൾറെഡി അവിടെ ഉള്ള കസ്റ്റമേഴ്സും പുതിയ പേഷ്യൻസ് എന്നൊക്കെ വരികയാണെങ്കിൽ അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കസ്റ്റമർ സർവീസ് വിപുലീകരിക്കുകയാണ്. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ വരുന്ന അല്ലെങ്കിൽ ലബോറട്ടറിയിൽ വരുന്ന കസ്റ്റമേഴ്സിന് മീൻസ് പേഷ്യൻസിന് നല്ലൊരു സേവനം കൊടുക്കുക. Make sure that communication of laboratory data and appropriate result reporting. Make sure that communication laboratory data and appropriate result reporting. ശരിയായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ റിപ്പോർട്ട്സുകളും കൊടുത്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. Then release sample to laboratory staff and communication, due dates and turn around times. റിലീസ് സാമ്പിൾ അല്ലെ, സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ ലബോറട്ടറി കൊണ്ടുവരുന്ന സാമ്പിൾസുകൾ അല്ലെ. അപ്പൊ ലബോറട്ടറി ജീവനക്കാർക്ക് ആ ഒരു സാമ്പിളുകൾ റിലീസ് ചെയ്യുന്ന ആ ഒരു നിശ്ചിത തീയതിയും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാണ്. ഇപ്പൊ എന്നാണ് ഇപ്പൊ നമ്മൾ പറയുമല്ലോ, ഇപ്പൊ നമ്മളൊരു ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കും, അപ്പൊ അതിന്റെ റിസൾട്ട് എന്നത്തേക്ക് ആക്കും എന്നുള്ളത് കൃത്യമായിട്ട് പറയുക. Guide the handling and resolution of complex issues and complaints. അവിടെ ലബോറട്ടറിയുടെ എന്തെങ്കിലും കോംപ്ലക്സ് ആയിട്ടുള്ള ഇഷ്യൂസോ അല്ലെങ്കിൽ ഇപ്പോ കംപ്ലൈന്റ്സ്, പേഷ്യൻസിന്റെ എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഒക്കെ വരികയാണെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണം. ദെൻ ഇനി അവിടുത്തെ സ്റ്റാഫുകൾ എന്ത് വേണം, ഗൈഡ് ചെയ്യുകയും ചെയ്യുക. Then responsible for all employees who are working at all labs or demand facilities. എന്താണ് പറയുന്നത്, ഡിമാൻഡ് ഫെസിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് അവരുടെ എന്താ പറയാ ആവശ്യങ്ങൾ, അവരുടെ ആവശ്യങ്ങളും മറ്റും നിറവേറ്റി കൊടുക്കുകയാണ്. ഡിമാൻഡ് ഉദ്ദേശിക്കുന്നത് അവരുടെ ആവശ്യങ്ങൾ. ഓക്കെ, ഇത്രയും പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. എക്സ്റ്റെൻഡ് തുടങ്ങി 5 പോയിന്റ് ഉണ്ട്, വായിച്ചു നോക്കാം കേട്ടോ. സ്പ്ലിറ്റ് ചെയ്ത് വായിപ്പിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരുമിച്ച് വായിച്ചാൽ ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അടുത്ത 5 പോയിന്റ് വായിക്കാം. ക്ലിയർ ആണോ? വായിച്ചോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. Ensure adherence with the federal, state and system regulations to provide operation. അതായത് ലബോറട്ടറിയിലെ പ്രവർത്തനങ്ങൾക്ക് ഫെഡറൽ, സ്റ്റേറ്റ് നിയന്ത്രണങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. Assure compliance with all corporate policy procedures in the laboratory. അതായത് എന്താണ്,
എല്ലാ പ്രവർത്തനങ്ങളും, അതായത് കോർപ്പറേറ്റ് ചെയ്തിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ സ്റ്റാഫുകളാണെങ്കിലും അവര് ഒന്നിച്ച് ഒരു കോർപ്പറേറ്റീവ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പോളിസികളും പ്രൊസീജിയറും നല്ല രീതിയിൽ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കംപ്ലിയൻസ് എന്ന് വെച്ചാൽ പാലിക്കുന്നു എന്നുള്ളൊരു മീനിങ് ആണ്. Then enlarge lab's research portfolio by helping to develop new research projects and proposals. Enlarge ചെയ്യാണ് ലാബ് റിസർച്ച് പോർട്ട്ഫോളിയോ. enlarge ചെയ്യാണ്. എന്താണ് പോർട്ട്ഫോളിയോ എന്ന് പറയാം. by helping, എന്തിനു വേണ്ടി? ഡെവലപ്പ് ന്യൂ റിസർച്ച് പ്രോജക്ട്സ് ആൻഡ് പ്രപ്പോസൽസ്. അതായത് പുതിയ റിസർച്ചുകൾ, ഗവേഷണങ്ങളും പദ്ധതികളൊക്കെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് പോർട്ട്ഫോളിയോ വലുതാക്കാണ്. ലാബിന്റെ പോർട്ട്ഫോളിയോ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോ ഒരു ഓർഗനൈസേഷൻ അവരുടെ കൈവശം വെച്ചിരിക്കുന്ന അവരുടെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ നിക്ഷേപങ്ങളും അതിന്റെ ഒരു ശേഖരം, മീൻസ് അതിന്റെ ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ റിപ്പോർട്ടിനെയാണ് എന്ത് വിളിക്കുക? പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. സോ പുതിയ ഗവേഷണങ്ങളും റിസർച്ചുകളൊക്കെ നിർദ്ദേശങ്ങളൊക്കെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോ വലുതാക്കാണ്. മീൻസ് പുതിയ പുതിയ ഗവേഷണങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ ഓൾറെഡി അവിടുത്തെ എന്താണ് സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളും വർദ്ധിക്കും. Then set up and keep all laboratory records in accordance with specification. ആവശ്യാനുസരണം ലബോറട്ടറിയിൽ നമ്മളുടെ ഓൾ റെക്കോർഡ്സുകൾ എന്ത് വേണം? നമ്മൾ കൃത്യമായിട്ട് അത് പാലിച്ചിരിക്കണം. റെക്കോർഡ്സുകളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാണ് ആവശ്യാനുസരണത്തിന് വേണ്ടിയിട്ട്. ലബോറട്ടറി റെക്കോർഡ്സ് ഒക്കെ അനുസൃതമായിട്ട് കൃത്യമായിട്ട് സജ്ജീകരിച്ച് വെക്കാണ്. ഒരു ഓർഡർ ആയിട്ട് കൃത്യമായിട്ട് ഓർഗനൈസർ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഓർഡർ ആയിട്ട് സജ്ജീകരിക്കുക. Make sure that supplies are available as needed for lab section. ലാബ് സെക്ഷനിലോട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്ലൈസും അല്ലെ, എല്ലാ സാധനങ്ങളും അവിടെ അവൈലബിൾ ആണോ എന്ന് ഉറപ്പുവരുത്തണം. Suggest measure to enhance testing procedures, use of equipment and needs for new equipment. അല്ലെ, അതുപോലെ തന്നെ എന്താണ് ഇപ്പോ എന്താണ് make sure that enhance testing procedures ആവശ്യമായിട്ടുള്ള അതുപോലെ തന്നെ എക്യുപ്മെന്റ്സുകളും ബാക്കി എക്യുപ്മെന്റ്സുകളൊക്കെ മീൻസ് പുതിയ എക്യുപ്മെന്റ്സുകൾ വേണം അല്ലെങ്കിൽ പുതിയ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് സജസ്റ്റ് ചെയ്യുക. Then monitor, analyze and justify expense and revenue within department. ഡിപ്പാർട്ട്മെന്റില് ഉള്ളിൽ വരുന്ന എന്താണ് എക്സ്പെൻഡിച്ചറും റവന്യൂവും അനലൈസ് ചെയ്യണം, അതിന് മോണിറ്റർ ചെയ്യുക. ഇത്രയുമാണ് ഒരു ലബോറട്ടറി ലാബ് മാനേജറിന്റെ ജോബ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ചെറിയൊരു പ്രവർത്തനമല്ല അല്ലെ, ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ഉണ്ട് അല്ലെ. ഇനി ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വായിച്ചു നോക്കുക കേട്ടോ ഒരു പ്രാവശ്യം. ബൈഹാർട്ട് ഒന്നും പഠിക്കണ്ട, മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ബൈഹാർട്ട് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം എന്താണ്, 1-2 പോയിന്റ്സ് എല്ലാം കുറച്ചധികം പോയിന്റ്സ് ഉണ്ട് അല്ലെ. അപ്പൊ നന്നായിട്ട് വായിക്കാം. 1-2 പ്രാവശ്യം നിങ്ങൾ വായിക്കാം. അപ്പൊ തന്നെ മനസ്സിലോട്ട് നമുക്ക് കുറെ പോയിന്റ്സുകളൊക്കെ വന്നോളും. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, സോ നമ്മുടെ ലബോറട്ടറി എന്ന് പറഞ്ഞൊരു ലബോറട്ടറി സർവീസ് ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഒന്ന് പറഞ്ഞു പോകാം.
ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ പോർഷൻസ് ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അബ്രിവേഷൻസിന്റെ ആ ഒരു കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ലബോറട്ടറി സർവീസിൽ നിങ്ങൾ പഠിച്ചിട്ട് നോക്കാം. ലബോറട്ടറിയില് നമ്മൾ ഒരു ഫസ്റ്റില് 3 ക്ലിനിക്കൽ പാത്തോളജിയിൽ കുറേ സെക്ഷൻസ് പഠിച്ചു അല്ലെ. ഹെമറ്റോളജി, ഹിസ്റ്റോപാത്തോളജി, സൈറ്റോളജി അല്ലെ, ഓരോന്നിനെ കുറിച്ച് പഠിച്ചു നിങ്ങള്. ദെൻ ആ ഒരു ടേബിളിനകത്ത് പൊസിഷനും എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങും റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതില് നിങ്ങളും ഇതുപോലെ ഓരോ പൊസിഷൻ നോക്കുക, റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്ന് പഠിക്കണം. നമ്മൾ ഒരു ഗുഡ് ലബോറട്ടറി ഡിസൈന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. പിന്നെ അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ലെവൽസ് ഓഫ് ലബോറട്ടറി. എക്സാമിനെ എപ്പോഴും ചോദിക്കാറുണ്ട്. 4 ലെവൽസുകൾ പഠിക്കണം. ആ ഒരു നമ്പർ വെച്ച് നിങ്ങൾ പഠിച്ചാൽ മതി എളുപ്പം. സ്മോൾ സൈസിൽ എത്രയാണ് വരുന്നത്, നമ്പർ സാമ്പിൾ കളക്ട് ചെയ്യുന്നത്. മീഡിയം സൈസിൽ എത്രയാണ്, ലാർജ് സൈസില്, വെരി ലാർജ് സൈസില്. സോ അതനുസരിച്ചിട്ട് നിങ്ങൾ പഠിക്കണം. ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു സെക്ഷൻ. എക്സാമിന് ക്വസ്റ്റ്യൻ എപ്പോഴും വരാറുണ്ട്. അതുപോലെ തന്നെ എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയാണ്, നമ്മൾ അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത്. പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സിനകത്ത് സാമ്പിൾ ലേബലിംഗിന്റെ ഓരോ കാര്യങ്ങൾ റിക്വസിഷൻ ഫോമിൽ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ദെൻ ലബോറട്ടറി റെക്കോർഡ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. പിന്നെ സേഫ്റ്റി മെഷേഴ്സ് ആണ് ജനറൽ ആയിട്ടുള്ള. ദെൻ സയൻസ്, സിംബൽസും സയൻസും ഒന്ന് നോക്കി വെച്ചോളൂ. എക്സാമിന് ചിലപ്പോൾ ഏതെങ്കിലും സിംബൽസ് സയൻസ് ചോദിക്കാം. ഓക്കെ. ദെൻ ലാസ്റ്റ് നമ്മൾ നോക്കിയ ലാബ് മാനേജറിന്റെ ജോബ്സ് ആണ്. ഓക്കെ, ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ ഇനി അപ്പോൾ നമുക്ക് എടുക്കുന്ന പോർഷൻസ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി അബ്രിവേഷന്റെ മാത്രമേ ഉള്ളൂ. സോ നമ്മൾ എടുത്ത പോർഷൻസ് ഉള്ള ചാപ്റ്റേഴ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, ചെറിയൊരു റിവിഷൻ പോലെ നടത്താം. ഓക്കെ ആണ് എല്ലാവരും. നമുക്ക് ഓരോ ചാപ്റ്റർ ബേസ് ആയിട്ട് പറഞ്ഞു പോകാം. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ ചാപ്റ്റർ എടുത്തോളൂ കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ആ ചാപ്റ്റർ എടുത്തോളൂ. ഓക്കെ, ചെറിയൊരു കുഞ്ഞു റിവിഷൻ പോലെ കേട്ടോ. അപ്പൊ മാക്സിമം നമുക്ക് അതിലൂടെ തന്നെ നിങ്ങൾക്ക് പഠിച്ചു കൊടുക്കാം. എക്സാമിന് വേണ്ടിയിട്ട് എക്യുപ്മെന്റ്സ്, എടുത്തതാണോ ചാപ്റ്റർ? ഇല്ല, ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തില്ലേ? ചാപ്റ്ററുകൾ കംപ്ലീറ്റ് ചെയ്തില്ലേ? മിസ്സായിട്ടില്ലല്ലോ ചാപ്റ്റേഴ്സുകളൊന്നും? ഓക്കെ, കംപ്ലീറ്റ് ചെയ്തു. എന്ത് എക്യുപ്മെന്റ്സ് മനസ്സിലായില്ല? കുറെ എക്യുപ്മെന്റ്സുകൾ മാത്രമല്ലേ, വളരെ സിമ്പിൾ അല്ല ചാപ്റ്റർ. പഠിക്കാനുണ്ട് എങ്കിലോ അല്ലെ. മൊഡ്യൂൾ 2 നമുക്ക് ചാപ്റ്റേഴ്സ് ആദ്യം നോക്കാം. ഓക്കെ, എന്നിട്ട് മൊഡ്യൂൾ 1 നോക്കാം. എല്ലാ ചാപ്റ്റേഴ്സും ഞാൻ നോക്കണില്ല. ഞാൻ എടുത്ത ചാപ്റ്റേഴ്സുകളാണ് നോക്കുന്നത് ഇപ്പൊ. ഓക്കെ, ഇത്രയും പോർഷൻസുകൾ നിങ്ങൾ ഭംഗിയായിട്ട് പഠിക്കണം. ബാക്കി എല്ലാം പഠിക്കണം നിങ്ങൾ. ഇപ്പൊ ഞാൻ എടുത്ത പോർഷൻസുകളിലെ ചാപ്റ്റേഴ്സുകൾ. ഓക്കെ, ഇപ്പൊ നമ്മള് ലാസ്റ്റ് നിർത്തിയത് എനിക്ക് തോന്നുന്നു ബയോമെഡിക്കൽ ആണോ? ലാസ്റ്റ് നമ്മൾ നിർത്തിയത് ബയോമെഡിക്കൽ അല്ലേ? ഓക്കെ, ബയോമെഡിക്കൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 50% നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. ആണോ? പഠിച്ചിട്ടില്ലേ? ബയോമെഡിക്കൽ നമ്മൾ പഠിച്ചതല്ലേ? നമ്മൾ കാണാപ്പാടൊക്കെ പറഞ്ഞ് പഠിച്ചു. കാറ്റഗറി ടേബിൾ ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ? എങ്കിലും നമുക്ക് കുഴപ്പമില്ല, എല്ലാ ചാപ്റ്റേഴ്സും ഒന്ന് പറഞ്ഞു പോകാം കേട്ടോ. ഓക്കെ, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെ? അപ്പൊ നോക്കാം. അപ്പൊ ഇതിൽ നമ്മൾ ആദ്യം പറഞ്ഞത് ബയോമെഡിക്കൽ വേസ്റ്റിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഹെൽത്ത് കെയർ വേസ്റ്റ്. ഓക്കെ, നോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ പഠിക്കാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ദെൻ റിസ്ക്, ഡോക്ടേഴ്സ്, നഴ്സ്, പേഷ്യന്റ്, ഹോസ്പിറ്റൽ സപ്പോർട്ട് സ്റ്റാഫ്, ദെൻ ജനറൽ പബ്ലിക് ആൻഡ് എൻവയോൺമെന്റ്, ദെൻ സപ്പോർട്ട് സ്റ്റാഫ്, വേസ്റ്റ് കളക്ഷൻ. ഇവയൊക്കെയാണ് ഇതിൽ നിന്നും റിസ്ക് അനുഭവിക്കുന്നവര്. പിന്നെ നമ്മൾ 2 സോഴ്സസ് ആണ് പറഞ്ഞത്. പ്രൈമറി സോഴ്സസ് ഉണ്ട്, ഹോസ്പിറ്റൽ വേസ്റ്റ്. ഹെൽത്ത് കെയറും ഹോസ്പിറ്റൽ കെയറും പറഞ്ഞ സെയിം തന്നെയാണ് കേട്ടോ. ഹെൽത്ത് കെയർ രണ്ടുമുണ്ട്. ഓക്കെ, ദെൻ സോഴ്സസ് പറഞ്ഞത് 2 സോഴ്സസ് ആണ്, പ്രൈമറി ദെൻ സെക്കൻഡറി സോഴ്സസ്.
സോ പ്രൈമറി സോഴ്സസിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? ഹോസ്പിറ്റല്, മെഡിക്കൽ കോളേജ്, നഴ്സിംഗ് സെന്റർ, ഡയാലിസിസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം. ദെൻ സെക്കൻഡറി സോഴ്സസ് ഏതൊക്കെയാണെന്ന് പഠിക്കാം. ദെൻ ബയോമെഡിക്കൽ വേസ്റ്റിന് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് 8 കാറ്റഗറി ആയിട്ടാണ്. സോ 8 കാറ്റഗറി ഏതൊക്കെയാണെന്ന് പഠിക്കണം. പിന്നെ നമ്മുടെ ഫ്ലോ ചാർട്ട് ആണ്. ഫ്ലോ ചാർട്ട് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ടേബിള് എക്സാമ്പിൾസ് പഠിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഷാർപ്പ് വേസ്റ്റുകൾ ഏതൊക്കെയാണ്, ഇൻഫ്യൂഷ്യസ് ആയിട്ടുള്ള വേസ്റ്റുകൾ ഏതൊക്കെയാണ്, പാത്തോളജിക്കൽ വേസ്റ്റുകൾ, ദെൻ ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ്, കെമിക്കൽ വേസ്റ്റ്, ദെൻ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്. ഓക്കെ. Then ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ്, അതിൽ MOEF ഇമ്പോർട്ടന്റ് ആണ്, മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ്. പിന്നെ നമ്മൾ അതില് ടേബിൾ ആണ് പഠിച്ചത്. പഠിച്ചോ എല്ലാവരും? പഠിക്കാത്തവരൊക്കെ പഠിച്ചിട്ടുണ്ടോ ടേബിള്? കുറച്ചുപേരും കൂടി പഠിക്കാത്തവരുണ്ടായിരുന്നു. എല്ലാവരും പഠിച്ചോ? ഇനിയും പഠിക്കാത്തവരുണ്ടെങ്കിൽ പഠിക്കണം കേട്ടോ. എക്സാമിന് അതിൽ നിന്നും ഷുവർ ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പൊ 10 കാറ്റഗറികൾ പഠിക്കാം, കളർ കോഡുകളും പഠിക്കണം. ദെൻ പിന്നെ നമ്മള് പേഴ്സണൽ സേഫ്റ്റി ഡിവൈസസിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ദെൻ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ മെത്തേഡ്സുകൾ അല്ലെ, ഇൻസിനറേഷൻ, ഓട്ടോക്ലേവ്, മൈക്രോവേവ് നോക്കാം. ബെനഫിറ്റ്സുകൾ പഠിക്കണം. ദെൻ ഇമേജിൽ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞു സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണ്, ആ ഡേറ്റ് നോക്കാം. ഓക്കെ. പിന്നെ ഇതിലും കുറച്ച് സിമ്പിൾസ് ഉണ്ട് പഠിക്കാനായിട്ട്, സിമ്പിൾസ് നോക്കണം. ഓക്കെ. ഇത്രയൊക്കെയാണ് നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിൽ പഠിച്ചത്. ഓക്കെ ആണല്ലോ ഈ ചാപ്റ്റർ? നെക്സ്റ്റ് നമ്മൾ നോക്കിയത് ഏതായിരുന്നു? ആംബുലൻസ് ആണോ? ലേബർ റൂം സർവീസ്. ഓക്കെ ഓക്കെ. ലേബർ റൂം ആണോ? ലേബർ റൂം ആണോ ഞാൻ നിങ്ങൾക്ക് എടുത്തത്? ഓക്കെ. ചാപ്റ്റർ എത്രയായിരുന്നു ലേബർ റൂമിന്റെ? ചാപ്റ്റർ 12 ആണോ 11 ആണോ? 12 ആണോ? ഓക്കെ. ഓക്കെ. ലേബർ റൂം സർവീസിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചു. ലേബർ റൂമിന് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബർത്തിങ് യൂണിറ്റ് അല്ലെ. ലേബർ റൂം ഈസ് ഓൾസോ നെയ്മഡ് ആസ് ബർത്തിങ് യൂണിറ്റ്. ദെൻ പിന്നെ നമ്മൾ അതില് LDR അതുപോലെ തന്നെ LDRP എന്ന് പഠിച്ചു അല്ലെ. ലേബർ ഡെലിവറി റിക്കവറി റൂം. ദെൻ LDRP എന്ന് പറയുന്നത് ലേബർ ഡെലിവറി റിക്കവറി ആൻഡ് പോസ്റ്റ് പാർട്ട്. ഓക്കെ. പിന്നെ അതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കൺവീനിയന്റ് ആണ്, ബട്ട് ഐസൊലേറ്റഡ് ഏരിയയിലായിരിക്കും. പിന്നെ അതിന്റെ ഡിസൈൻ ആണ്. അത് കഴിഞ്ഞിട്ട് മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞു 3 സോൺസുകളായിട്ട് തരംതിരിച്ചിരിക്കുന്നു. അൺസ്റ്റെറൈൽ സോൺ, പ്രൊട്ടക്റ്റീവ് സോൺ, ഡെലിവറി സോൺ. ഓക്കെ. അപ്പൊ ഓരോ സോണുകളിലും എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു സെക്ഷൻ പഠിക്കണം. അൺസ്റ്റെറൈൽ സോണിൽ അഡ്മിനിസ്ട്രേറ്റീവ് വെയിറ്റിംഗ് അങ്ങനെ ഓരോന്നും ഏതിലാണെന്നുള്ളത് പഠിച്ചു വെക്കുക. പിന്നെ നമ്മൾ പ്രോട്ടോകോൾസ് ഒക്കെയാണ് പഠിച്ചത്. ഈ ഒരു സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. ലേബർ ടേബിൾ ആണ് ക്രൂഷ്യൽ ടൂൾ ആൻഡ് എക്യുപ്മെന്റ് യൂസ്ഡ് ഇൻ ഡെലിവറി റൂമിൽ. ദെൻ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ്, ലേബർ റൂമിൽ എടുക്കേണ്ട സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ്, മുൻകരുതലുകൾ എന്തൊക്കെയാണ്? ദെൻ ക്ലീനിങ് ആൻഡ് ഡിസിൻഫെക്റ്റിംഗ്, കുറെ പോയിന്റ്സുകളാണ് എങ്ങനെയാണ് ഡിസിൻഫെക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് നോക്കുക. ദെൻ ന്യൂബോണിന്റെ സെക്ഷനിൽ നമ്മൾ ന്യൂബോൺസിന് വേണ്ടി പ്രോപ്പർ ന്യൂബോൺ കെയർ ഇമ്പോർട്ടന്റ് ആണ്. ന്യൂബോണിന് വേണ്ടി ചെയ്യേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കെയറുകൾ എന്തൊക്കെയാണ്? ദെൻ പ്രോട്ടോകോൾസുകൾ പോയിന്റ്സ് വായിക്കുക. ഓക്കെ. അപ്പൊ ഇത്രയൊക്കെയാണ് ലേബർ റൂമില്. വലിയ ചെറിയൊരു ചാപ്റ്റർ ആണ്, അധികം പഠിക്കാനൊന്നും ഇല്ല, എളുപ്പമാണ് പഠിക്കാം കേട്ടോ ലേബർ റൂമിന്റെ. പിന്നെ ഏതായിരുന്നു നമ്മൾ എടുത്തത്? ആംബുലൻസ് ആണോ എടുത്തത്? ഓക്കെ. ഓക്കെ. ആംബുലൻസ് സർവീസ്.
അതില് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് വൺ EMS ഇമ്പോർട്ടന്റ് ആണ്, എമർജൻസി മെഡിക്കൽ സർവീസ്. Then the term ambulance comes from the Latin word ambulary, meaning to walk or move about. അപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. ചിലപ്പോൾ എക്സാമിൽ ചോദിക്കുന്നത് ഏത് വേർഡ് ഇരുന്നാണ്, ലാറ്റിൻ വേർഡ്, അതുപോലെ തന്നെ ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ഏതാണ്, അപ്പൊ ആംബുലറി അവരുടെ ആൻസർ. സോ അത് കൃത്യമായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ അതിന്റെ മീനിങ്, ടു വാക്ക് ഓർ മൂവ് അബൌട്ട്, മീനിങ് പഠിക്കുക. പിന്നെ നമ്മൾ ഫങ്ഷണൽ ടൈപ്സുകളാണ് നോക്കിയത്. എമർജൻസി ആംബുലൻസ് എന്താണെന്ന് പഠിക്കണം. അതുപോലെ പേഷ്യന്റ് ട്രാൻസ്പോർട്ട് അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ആംബുലൻസ് ബസ്, ചാരിറ്റി ആംബുലൻസ്, ഡയറിയാട്രിക് ആംബുലൻസ്, റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്, സൈക്കാട്രിക് ആംബുലൻസ്, ഓരോ ടൈപ്പുകളും പഠിക്കുക. ഇത് എന്താണെന്നുള്ളത് വായിച്ച് മനസ്സിലാക്കി പഠിക്കുക. ഇത് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ഈ ചാപ്റ്റർ ഒക്കെ നമ്മൾ എടുത്തത് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ, ഒരിക്കലും മറക്കരുത് കേട്ടോ. നമ്മൾ അല്ലെ ചിലവരെ പഠിച്ചു കഴിയുമ്പോ ആ ചാപ്റ്റർ ഒക്കെ കഴിഞ്ഞല്ലോ അല്ലെ, അതൊക്കെ നമ്മൾ മറന്നു കളയും. ഇന്നെടുക്കുന്നത് മാത്രം ചിലപ്പോൾ ഓർമ്മയുണ്ടാവുള്ളൂ. അങ്ങനെയാണോ? ഓർക്കുന്നുണ്ടോ ചാപ്റ്റർ നമ്മൾ എടുത്തതൊക്കെ, ആംബുലൻസിന്റെ കാര്യങ്ങളൊക്കെ? എവിടെ അല്ലെ? കുറച്ച് പേർക്കൊക്കെ ഓർമ്മയുണ്ട്. അപ്പൊ ടൈപ്സ് നോക്കാം. വീണ്ടും നമ്മൾ ടൈപ്സ്, റോഡ് ആംബുലൻസിന്റെ പേഷ്യന്റിന്റെ ലെവൽ ഓഫ് കെയർ അനുസരിച്ചുകൊണ്ട് തരംതിരിച്ചിരിക്കുന്നത്. ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി ആൻഡ് ടൈപ്പ് ഡി, 4 ടൈപ്പുകൾ അല്ലെ. അത് ഇമ്പോർട്ടന്റ് ആണ്. ടൈപ്പ് എ എന്ന് പറയുന്നത് മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ ആണ്. ടൈപ്പ് ബി എന്ന് പറയുന്നത് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ. ടൈപ്പ് സി എന്ന് പറയുന്നത് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. ടൈപ്പ് ഡി അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്, ഓൾസോ നോൺ ആസ് കാർഡിയാക് കെയർ ആംബുലൻസ്. ഓക്കെ, ഈ കാർഡിയാക് കെയറിനകത്ത് ഒരുപാട് എക്യുപ്മെന്റ്സുകൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് പ്രത്യേകം പഠിക്കണേ. നോക്കാം. കണ്ടോ, ഡിഫിബ്രിലേറ്റർ. ഡിഫിബ്രിലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? മെഷീൻ യൂസ്ഡ് ടു റിസീവ് ദ ഹാർട്ട്. അതുപോലെ ECG, ടു കീപ് എ ചെക്ക് ഓൺ ദ ഹാർട്ട് റേറ്റ് ഓഫ് എ പേഴ്സൺ. അതുപോലെ തന്നെ എന്താണ്? പൾസ് ഓക്സിമീറ്റർ, യൂസ്ഡ് ടു ചെക്ക് ഫോർ ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ്. ഓക്കെ, അപ്പൊ ആ ഒരു കുറച്ച് എക്യുപ്മെന്റ്സിന്റെ കാര്യം കൂടി അവിടെ പറയുന്നുണ്ട്. അതുകൂടി ഒന്ന് പഠിക്കണം. പിന്നെ നമ്മൾ ആംബുലൻസിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകളാണ് പഠിച്ചത് അല്ലെ. 2-വേ റേഡിയോ, അതുപോലെ മൊബൈൽ ഡാറ്റ ടെർമിനൽ, MDT മൊബൈൽ ഡാറ്റ ടെർമിനൽ. CCTV, അതുപോലെ തന്നെ ടെയിൽ ലിഫ്റ്റ് ഓർ ട്രോമ ലൈറ്റനിങ്, എയർ കണ്ടീഷനിങ്, ഡാറ്റ റെക്കോർഡ്സ്. എന്തൊക്കെയാണെന്ന് പഠിക്കണേ. പിന്നെ വിഷ്വൽ വാർണിംഗ്സ് ആണ് അല്ലെ. 4 വിഷ്വൽ വാർണിംഗ്സ് ആണ്. സ്റ്റാർ ഓഫ് ലൈറ്റ്, റെഡ് ക്രോസ്, നിങ്ങൾ നോർമലി എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. റെഡ് ക്രസന്റും മാൽട്ടീസ് ക്രോസും. പിന്നെ നമ്മൾ ബട്ടൺബർഗ് മാർക്കിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇതൊന്ന് വായിച്ചു നോക്കാം. പിന്നെ ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സുകൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഓഡിയബിൾ വാർണിംഗ്സുകൾ. പിന്നെ അതില് RDS ഉണ്ട് കേട്ടോ, റേഡിയോ ഡാറ്റ സിസ്റ്റം. നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടല്ലോ. അണ്ടർലൈൻ ചെയ്തിട്ടില്ല, നമ്മൾ ഓൾറെഡി എടുത്തപ്പോൾ അണ്ടർലൈൻ ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ. കോസ്റ്റിനകത്ത് ഇമ്പോർട്ടന്റ് ആണ് ഗവൺമെന്റ് ഫണ്ടഡ് സർവീസസ് നോക്കുക, പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസസ്, ചാരിറ്റി ഫണ്ടഡ്, ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസസ്. സോ കോസ്റ്റില 4 എണ്ണം നോക്കണം. പിന്നെ നമുക്കറിയാം എമർജൻസി സർവീസിന് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ എത്രയാണ്? 108. പിന്നെ അതിനെ കുറിച്ചാണ് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. അതില് EMRI ഇമ്പോർട്ടന്റ് ആണ്, എമർജൻസി മാനേജ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ. പിന്നെ ലാസ്റ്റ് വൺ ക്രൂവിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അതിലും ഫസ്റ്റ് റെസ്പോണ്ടർ, ആംബുലൻസ് ഡ്രൈവർ, നോൺ എമർജൻസി അറ്റൻഡന്റ്, എമർജൻസി കെയർ അസിസ്റ്റന്റ്, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ, രജിസ്ട്രേഡ് നേഴ്സ്, പാരാമെഡിക്, എമർജൻസി കെയർ പ്രാക്ടീഷണർ, ഫിസിഷ്യൻ അസിസ്റ്റന്റ്. അപ്പൊ ആ ക്രൂ മെമ്പേഴ്സ് പഠിക്കാം. അതില് ഫസ്റ്റ് റെസ്പോണ്ടറിൽ തന്നെ 2 എണ്ണം പഠിക്കാനുണ്ട്. ഫുൾ ഫോമുകള് CPR-ഉം അതുപോലെ AED, ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്ററും, CPR, കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ. ഓക്കെ. ഇത്രയാണ് നമ്മൾ ആംബുലൻസ് ചാപ്റ്ററിൽ എടുത്തത്. ക്ലിയർ ആണല്ലോ ഈ ഒരു ചാപ്റ്റർ? എല്ലാം കംപ്ലീറ്റ് ഒന്നും ഞാൻ വായിക്കണില്ല കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ഒന്ന് നിങ്ങളൊന്ന് റിവൈസ് ചെയ്തെടുക്കണമെന്ന് മാത്രം. ഓക്കെ.
Then പിന്നെ ഏത് ചാപ്റ്റർ ആയിരുന്നു നമ്മൾ സെക്കൻഡ് മോഡ്യൂൾ എടുത്തത്? ആംബുലൻസിന് തൊട്ട് മുൻപായിട്ട് വെന്റിലേറ്റർ എടുത്തിട്ടുണ്ട്. ഓക്കെ, വെന്റിലേറ്റർ ചാപ്റ്റർ എത്രയായിരുന്നു? മൊഡ്യൂൾ 1 ആണ്. ഓക്കെ, മൊഡ്യൂൾ 2 ഞാൻ എടുത്ത ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയി. വെന്റിലേറ്റർ ഫസ്റ്റ് മൊഡ്യൂൾ ആണ്. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അതിപ്പോ നമ്മൾ പറഞ്ഞു പോയ ചാപ്റ്റേഴ്സുകൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ ഒന്ന് നോക്കാം. ഓക്കെ. ഓക്കെ, പിന്നെ ഫസ്റ്റ് മോഡ്യൂളിലുള്ള കുറച്ച് ചാപ്റ്റേഴ്സുകളാണ്. ഞാൻ എടുത്ത ചാപ്റ്റേഴ്സുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതില് ഫസ്റ്റ് നമ്മൾ ഔട്ട് പേഷ്യന്റ് അല്ലേ എടുത്തത്? ആണോ? ഓർക്കുന്നുണ്ടോ ഏതൊക്കെയാണെന്ന്? ഓർമ്മയുണ്ടോ? ഫസ്റ്റ് മോഡ്യൂൾ കഴിഞ്ഞിട്ട് കുറച്ചായിപ്പോ അല്ലെ? ഔട്ട് പേഷ്യന്റ് ഓർക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഔട്ട് പേഷ്യന്റില് നമ്മള് അതിൽ പ്രധാനമായിട്ടും ഔട്ട് പേഷ്യന്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഫസ്റ്റിൽ നോക്കിയത്. ഡയഗ്നോസിസ്, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ്, ദെൻ ഇന്റർവെൻഷൻ, റീഹാബിലിറ്റേഷൻ. അപ്പൊ അത് ഓരോന്നും അവിടെ കൃത്യമായിട്ടും എഴുതിയിട്ടുണ്ട്. അതനുസരിച്ചിട്ട് പഠിക്കണം കേട്ടോ. ഡയഗ്നോസിസ് എന്താണ്, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ കൃത്യമായിട്ട് പഠിക്കാം. ദെൻ ഒബ്ജക്റ്റീവ്സ് നോക്കണം. പിന്നെ അതിന്റെ ലൊക്കേഷൻ മെയിൻ ആയിട്ട് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോർ ആണ്. ദെൻ ആ ഏരിയകൾ, പേഷ്യന്റ്, അഡ്മിനിസ്ട്രേറ്റീവ്, ക്ലിനിക്കൽ ഏരിയകൾ നോക്കാം. ദെൻ വീണ്ടും എക്യുപ്മെന്റിന്റെ ഒരു ടേബിൾ ഉണ്ട്. ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയാണ്, തെറാപ്റ്റിക് എക്യുപ്മെന്റ്സുകൾ, മോണിറ്ററിംഗ് എക്യുപ്മെന്റ്സുകൾ, ഇൻസ്ട്രുമെന്റ്സുകൾ. ഓക്കെ, പിന്നെ ഒപിഡിയുടെ ഫങ്ഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ പ്രിവെന്റീവ് ഹെൽത്ത് കെയർ നോക്കണം. Then 2 types of services. One centralized outpatient services, then decentralized. പിന്നെ നമ്മൾ 3 ടൈപ്പ് പഠിച്ചു. ജനറൽ ഔട്ട് പേഷ്യന്റ്, എമർജൻസി ഔട്ട് പേഷ്യന്റ്. അതുപോലെ തന്നെ വീണ്ടും ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. ദെൻ പ്രോബ്ലംസ് ആണ്, ജനറൽ പ്രോബ്ലംസുകൾ, അതുപോലെ തന്നെ എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലംസുകൾ.
പിന്നെ നമുക്ക് ആ പ്രോബ്ലംസിനെ എങ്ങനെ പരിഹരിക്കാം. പിന്നെ ഒരു OPD അസിസ്റ്റന്റിനെ കുറിച്ച് പഠിച്ചു, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസുകൾ നോക്കുക. ലാസ്റ്റ് വൺ ഗസ്റ്റ് റിലേഷൻ ഓഫീസറെ കുറിച്ചും ഞാൻ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ്. ഇത്രയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിച്ചത്, ഔട്ട്പേഷ്യൻ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഓർക്കുന്നുണ്ടോ? കുറച്ച് മുമ്പാണ് നമ്മൾ എടുത്തത് അല്ലേ? ദെൻ ഒരു കാര്യം ചെയ്യാം, ഔട്ട് പേഷ്യന്റ് എന്നുള്ളൊരു ചാപ്റ്റർ ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാം. ആൻസറുകൾ നിങ്ങൾ പെട്ടെന്ന് കൗണ്ട് ചെയ്യാമോ? ഓക്കെ ആണോ? ഒന്ന് ശ്രമിച്ചു നോക്കൂ. എക്സാമിനായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആയിട്ട് എടുക്കാം അല്ലെ? ഓക്കെ, കുറച്ച് ഫസ്റ്റ് മൊഡ്യൂൾ കുറച്ച് ആയാലും എടുത്തിട്ട് ഒരുപാടൊന്നും ഞാൻ ചോദിക്കുന്നില്ല. കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഒന്ന് ചോദിക്കാം. അപ്പൊ ആൻസർ ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. പെട്ടെന്ന് ആൻസർ കമന്റ് ചെയ്യണം കേട്ടോ. പഠിച്ചിട്ടുള്ളത് ആരൊക്കെയും നോക്കാലോ. ഓക്കെ, ചോദിച്ചോട്ടെ. OPD നമുക്ക് നോക്കാം കുറച്ച് ക്വസ്റ്റ്യൻസുകൾ. ഓക്കെ ആണോ എല്ലാവരും? റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, ടെക്സ്റ്റ് തുറന്ന് കഴിവതും തനിയെ പറയാൻ ശ്രമിക്കാം കേട്ടോ. ടെക്സ്റ്റിൽ നോക്കാതെ തന്നെ പറയാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിച്ചു നോക്കാം. പറ്റാത്തതാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് പഠിക്കാം. ചോദിക്കട്ടെ, ANC ഫുൾ ഫോം ആണ് കേട്ടോ. ANC ഫുൾ ഫോം പറയൂ. ANC ഫുൾ ഫോം എന്താണ്? ആന്റിനേറ്റൽ കെയർ. ഓക്കെ, എല്ലാവർക്കും അറിയാം. ഇനി അതുപോലെ തന്നെ ANM ഫുൾ ഫോം ആണ്. ANM ഓക്സിലറി നേഴ്സ് മിഡ്വൈഫ്. ഓക്കെ, അത് രണ്ടും അറിയാം, ആരും തെറ്റിക്കില്ല അല്ലെ? ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പറയാവേ, ശ്രദ്ധിച്ചു കേൾക്കാം കേട്ടോ. Dash is a scientific and mathematical way of solving problem of overcrowding. ആൻസർ ഏതാണ്? ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയണോ? ആൻസർ വന്നു കഴിഞ്ഞിട്ടോ. ക്യൂയിങ് തിയറി. ഓക്കെ, other name of guest relation officer. ഗസ്റ്റ് റിലേഷൻ ഓഫീസർക്ക് പറയുന്ന മറ്റു പേര്. ഗസ്റ്റ് റിലേഷൻ ഓഫീസർക്ക് പറയുന്ന മറ്റു പേര് എന്തൊക്കെയാണ്? മറ്റു പേരുകള് ഗസ്റ്റ് റിലേഷൻ സ്പെഷ്യലിസ്റ്റ്, ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്റർ, കസ്റ്റമർ സർവീസിന്റെ എംപ്ലോയി. മൂന്ന് പേരുകളുണ്ട്, ഓർത്ത് വെക്കണം. ദെൻ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം കേട്ടോ. ഐഡന്റിഫൈ ക്രോണിക് ഡിസീസസ്. ക്രോണിക് ഡിസീസസ് ഐഡന്റിഫൈ ചെയ്യാം. 3 ഡിസീസസ് ഞാൻ പറയാം, അതിൽ ഏതാണ് ക്രോണിക് എന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻസ് ഫീവർ. ആൻസർ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഓപ്ഷൻസ് വേണ്ട. അപ്പൊ ക്രോണിക് ഡിസീസസ് 2 എണ്ണം പഠിച്ചു വെക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ക്യാൻസർ, TB ഓർത്ത് വെക്കാം കേട്ടോ. ഏതെങ്കിലും 2 എണ്ണം പഠിച്ചു വെക്കണം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ശ്രദ്ധിക്കാം. ഔട്ട്പേഷ്യന്റ് സർവീസസ് ആർ പ്രൊവൈഡഡ് ഇൻ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഈസ് കോൾഡ്. ഔട്ട്പേഷ്യന്റ് സർവീസസ് ആർ പ്രൊവൈഡഡ് ഇൻ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഡീസെൻട്രലൈസ്ഡ്. നമ്മൾ പറഞ്ഞില്ലേ, AC വെച്ചിട്ട് പറഞ്ഞോ, സെൻട്രലൈസ്ഡ് AC പറഞ്ഞില്ലേ? ഓക്കെ, അപ്പൊ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ അത് ഡീസെൻട്രലൈസ്ഡ് ആണ് കേട്ടോ. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കണേ. The identification of the nature of an illness or other problem of examination of symptom is called. ആൻസർ എന്താണ്? ഡയഗ്നോസിസ്. ഓക്കെ, കുറച്ച് പേർക്കൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ അല്ലെ? ഓക്കെ, ദെൻ Dash is the central to organization. ഒരു ഓർഗനൈസേഷന്റെ സെൻട്രൽ എന്ന് പറയുന്നത് ആരാണ്? ഓപ്ഷൻ വേണോ? Dash is the central to organization. Yes, medical staff. Okay, medical staff ആണ് ഓർഗനൈസേഷന്റെ സെൻട്രൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ.
Then clear ആണോ? ഇതിനൊരു ക്വസ്റ്റ്യൻ കൂടി ലാസ്റ്റ് ചോദിക്കാവേ. How many years should a hospital keep patients' medical record? എത്ര വർഷമാണ്? ആൻസർ വന്നു അല്ലെ. 3 years ആണ് ഹോസ്പിറ്റലിൽ പേഷ്യൻസിന്റെ റെക്കോർഡ് മിനിമം സൂക്ഷിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഔട്ട് പേഷ്യന്റ് പഠിച്ചിട്ടുണ്ട്, പഠിച്ചില്ലേ? ക്ലിയർ ആണല്ലോ ഔട്ട് പേഷ്യന്റ് ആണോ? യെസ്. ഇനി നമുക്ക് ഏത് ചാപ്റ്റർ ആയിരുന്നു അടുത്തത്? ഹോസ്പിറ്റൽ വാർഡ് അല്ലെ. വാർഡ് എടുത്തിട്ടില്ലേ നമ്മള്? ഓക്കെ, 10ാമത്തെ ചാപ്റ്റർ അല്ലെ, ഹോസ്പിറ്റൽ വാർഡ്. ടെക്സ്റ്റ് ബുക്കിൽ ചാപ്റ്റർ എടുത്ത് വെക്കാം കേട്ടോ, ഹോസ്പിറ്റൽ വാർഡ്. ഓക്കെ, ഹോസ്പിറ്റൽ വാർഡ്. ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതിയോ? മതിയോ? ഓക്കെ, റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ അല്ലെ, ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ ചോദിക്കാം. ഇപ്പൊ ഹോസ്പിറ്റൽ വാർഡില് പഠിച്ചിട്ടുണ്ടല്ലോ എല്ലാവരും അല്ലെ? ഓക്കെ, then MRD ഫുൾ ഫോം എന്താണ്? MRD മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, then next question ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ. A professional who is specialized in helping people who are recovering from diseases or disability. A professional who is specialized in helping people. Answer വന്നട്ടോ. Patient care executive. Okay, then next question നോക്കുക കേട്ടോ. Who is worked as an intermediator between healthcare provider and the patient. തർക്കങ്ങളൊക്കെ വരുമ്പോ ഇന്റർമീഡിയറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? ആരാണ്? patient relation officer. Okay, then CTVS full form എന്തായിരുന്നു? CTVS full form ഏതായിരുന്നു? CTVS ഫുൾ ഫോമുകൾ, കുറെ ഫുൾ ഫോമുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ അതിലെ വാർഡില്. Cardiothoracic vascular surgery. Okay, then who monitoring and analyzing the patient's rights and responsibilities. Who monitoring and analyze patient rights and responsibility. Answer ഏതാ? patient relation officer. ആ കുറെ പോയിന്റ്സ് ഉണ്ടല്ലോ, അതിൽ വരുന്ന പോയിന്റ് ആണ് കേട്ടോ അത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയാം. patient care executive ensure abrupt response to. എന്തിനാണ് അബ്രപ്റ്റ് ആയിട്ട് റെസ്പോൺസ് ചെയ്യണമെന്ന് പറയുന്നത്? നഴ്സിംഗ് കോൾസ്. ഓക്കെ, then patient relation officer arranging for dash to from appointments as needed. ഒരു പ്രാവശ്യം കൂടി പറയണോ ക്വസ്റ്റ്യൻ? ട്രാൻസ്പോർട്ട് അല്ലെ, പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ആണ്. അപ്പോയിന്റ്മെന്റ് ആവശ്യമുള്ളവർക്ക് എന്ത് വേണം? ട്രാൻസ്പോർട്ട് ഒരുക്കി കൊടുക്കാനായിട്ട്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇപ്പൊ വാർഡ് നമുക്ക് ചാപ്റ്ററിൽ ഏകദേശം ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. ഇനി നിങ്ങൾ അതിൽ പഠിക്കാനായിട്ട് കുറെ പോയിന്റ്സുകളാണ് കേട്ടോ. പോയിന്റ്സുകൾ ഉണ്ട് ഒരുപാട്, പോയിന്റ്സുകൾ പഠിക്കണം. ദെൻ നെക്സ്റ്റ് നമ്മൾ ഏത് ചാപ്റ്റർ ആയിരുന്നു? എക്സാമിന് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. ഒബ്ജക്റ്റീവ് ടൈപ്പാണ്, ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ക്ലാസ് കേട്ടൊരു അനുഭവം വെച്ചിട്ടൊക്കെ നല്ല രീതിയിൽ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ.
നെക്സ്റ്റ് നമ്മൾ ഏത് ചാപ്റ്റർ ആയിരുന്നു? ഹോസ്പിറ്റൽ വാർഡ് കഴിഞ്ഞിട്ട് മൊഡ്യൂൾ 1 ICU ഉണ്ട്. ഓക്കെ, ICU ചാപ്റ്റർ എത്രയായിരുന്നു? ചാപ്റ്റർ 11 ആണോ? ഓക്കെ, അതിലൊന്നാണോ ചാപ്റ്റർ? ഓക്കെ, ഓക്കെ. അപ്പൊ ICUയില് നമ്മൾ പ്രധാനമായിട്ടും ഫസ്റ്റ് പോയിന്റില് ആരൊക്കെയാണ് ICUയിൽ കെയർ ചെയ്യുന്നത്. ദെൻ കോമൺ ടൈപ്പ് ഓഫ് ICU ഫുൾ ഫോമുകൾ കംപ്ലീറ്റ് പഠിക്കണം. CICU, CVTS, GICU, MICU, NICU, PICU, SICU, PICU. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഫുൾ ഫോമുകൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ദെൻ പിന്നെ നമ്മൾ ഓപ്പൺ യൂണിറ്റും ക്ലോസ്ഡ് യൂണിറ്റും പഠിച്ചു. ദെൻ സ്റ്റാഫിംഗ്, ദെൻ അതുപോലെ തന്നെ രജിസ്ട്രാറിനെ കുറിച്ച് പഠിച്ചു, ജൂനിയറും സീനിയറും. ഇത് നമ്മൾ ഇതുപോലെ അഡ്മിഷൻ ക്രൈറ്റീരിയ. പിന്നെ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് റെസ്പോൺസിബിലിറ്റീസ് ഇമ്പോർട്ടന്റ് ആണ്. ICU ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റീസ്. പിന്നെ ICU സെക്രട്ടറിയുടെ ഡ്യൂട്ടീസുകൾ. ഓക്കെ, ഇത്രയൊക്കെയാണ് ICUവിനുള്ള ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. ദെൻ ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കട്ടെ? ICUയിൽ നിന്ന് കുറച്ച് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. റൊട്ടീൻ ICU റൗണ്ട്സ് ഹെൽഡ് ഇൻ. ICU റൗണ്ട്സ് എപ്പോഴാണ്? ടൈമർ, റൊട്ടീൻ ടൈമർ, റൗണ്ട്സിന്റെ ടൈമർ. ICU റൗണ്ട്സ് 9 to 11 AM ആണോ PM ആണോ? അതിൽ കൂടി മെൻഷൻ വേണം കേട്ടോ. AM ആണ്, മോർണിംഗ് ആണ്. ഓക്കെ. Then in an open ICU, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം കേട്ടോ. In an open ICU, who is responsible for admission and treatment of patient? ഓപ്പൺ ICUയില് ട്രീറ്റ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? ഫിസിഷ്യൻസ്. ഓക്കെ, ഫിസിഷ്യൻ ആണ് ഓപ്പൺ ICUയില് അഡ്മിഷനും ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം കേട്ടോ. Who has the right to start and perform emergency treatment which may be inevitable without a permission? Later consultant and must be informed. നമ്മൾ പറഞ്ഞു കൺസൾട്ടന്റിന്റെ സമ്മതം നമ്മൾ എമർജൻസി ആയിട്ടുള്ള ഒരു കെയർ കൊടുക്കാം, എന്നിട്ട് നമ്മൾ അവരെ അറിയിച്ചാൽ മതി. സീനിയർ പ്രസിഡന്റിനാണ് അങ്ങനെയുള്ളൊരു ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ടുള്ള ഒരു അധികാരമുള്ളത്. നോക്കാട്ടോ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. Whose duty is to maintain files and organize patient records? പേഷ്യൻസിന്റെ റെക്കോർഡ്സും ഫയൽസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്? Whose duty? Junior president. Okay. Then ഫുൾ ഫോം പഠിക്കണം കേട്ടോ, കംപ്ലീറ്റ്ലി ഫുൾ ഫോം പഠിക്കണേ നിങ്ങള്. Then who keeping patient? സോറി, ചോദിച്ചതാണ്. GICU ഫുൾ ഫോം എന്താണ്? GICU. ഗ്യാസ്ട്രോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ടൈപ്പ് ചെയ്യണമായിരുന്നു അല്ലേ? ഓക്കെ. Then in which intensive care unit are patients admitted with cardiac diseases? Cardiac diseases ഉള്ള ഒരു പേഷ്യന്റിനെ നമ്മൾ ഏത് ടൈപ്പ് ICUയിലാണ് നമ്മൾ പ്രവേശിപ്പിക്കുന്നത്? CICU, കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഓക്കെ, ഏകദേശം നമ്മൾ ചാപ്റ്ററുകൾ ഈ ICU എന്നുള്ള ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, നിങ്ങൾ മാക്സിമം ആൻസേഴ്സുകളൊക്കെ പറയുന്നുണ്ട് എല്ലാവരും അല്ലെ?
കുറച്ച് ഒരുവിധം കാര്യങ്ങളൊക്കെ അറിയാം, പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ട് എല്ലാവർക്കും അല്ലെ. ഒരുവിധമൊക്കെ നിങ്ങൾ ആൻസർ ചെയ്യുന്നുണ്ട്. ഇനി ഏത് ചാപ്റ്റർ ആയിരുന്നു നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളില് കംപ്ലീറ്റ് ആയോ? വെന്റിലേറ്റർ. ഓക്കെ, വെന്റിലേറ്റർ എത്രാമത്തെ ചാപ്റ്റർ ഏതായിരുന്നു? ചാപ്റ്റർ 13 ആണ് വെന്റിലേറ്റർ അല്ലെ. ഓക്കെ, വെന്റിലേറ്റർ വളരെ ചെറിയൊരു ചാപ്റ്റർ അല്ലേ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പഠിക്കാൻ നോക്കാം കേട്ടോ. അതില് ഫസ്റ്റ് നമ്മൾ രണ്ട് ഹെൽത്ത് കണ്ടീഷൻസ്, വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരുന്ന ഹെൽത്ത് കണ്ടീഷൻസ് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഹെൽത്ത് കണ്ടീഷൻസുകൾ നോക്കുക. അതിൽ തന്നെ രണ്ട് COPD ഉണ്ട്, അതുപോലെ ARDS ഫുൾ ഫോമുകൾ പഠിക്കണം. പിന്നെ നമ്മൾ എയർവേസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ വെന്റിലേറ്ററിലായിരിക്കുമ്പോൾ മോണിറ്റർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ദെൻ റിസ്ക് എന്തൊക്കെയാണ് ഒരു പേഷ്യന്റ് വെന്റിലേറ്ററിലായിരിക്കുമ്പോൾ അനുഭവിക്കുന്ന റിസ്കുകൾ നോക്കാം. ദെൻ പേഷ്യന്റിനെ നമ്മൾ മെക്കാനിക്കൽ വെന്റിലേറ്ററിൽ കെയർ ചെയ്യുന്നത് ആരൊക്കെയാണ്. ഓക്കെ, ചെറിയൊരു ചാപ്റ്റർ ആണ്, പഠിക്കാനും ഒരുപാടൊന്നുമില്ല, നിങ്ങൾക്ക് സ്വയം പഠിച്ച് മനസ്സിലാക്കാവുന്ന എളുപ്പം ചെറിയൊരു കുഞ്ഞു ചാപ്റ്റർ ആണ് അല്ലെ. ഇനി എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കവർ ചെയ്തോ ഫസ്റ്റ് മൊഡ്യൂളില്? ഇനി ഏതെങ്കിലും ചാപ്റ്റേഴ്സ് ഉണ്ടോ? ഓക്കെ, ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റും സെക്കൻഡ് മൊഡ്യൂളില് ഞാൻ നിങ്ങൾക്ക് എടുത്ത ചാപ്റ്റേഴ്സുകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കാനൊക്കെ ഉണ്ടാവും. പഠിക്കാൻ സമയമുണ്ട്, പഠിക്കണം നന്നായിട്ട്, ടെസ്റ്റുകളൊക്കെ നോക്കുക. ദെൻ എന്താണ് ഫുൾ ഫോമുകൾ, എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും വരുന്ന ഫുൾ ഫോമുകൾ കൃത്യമായിട്ട് പഠിക്കുക. കാരണം ഫുൾ ഫോമുകളൊക്കെ ചോദിക്കാറുണ്ട് എക്സാമിന്. ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ഫുൾ ഫോമുകൾ പഠിക്കണം നിങ്ങൾ. അതുപോലെ തന്നെ ബയോമെഡിക്കൽ 1998 കെയിം ഇൻ ടു ഇഫക്ട്. പിന്നെ അതിൽ കുറെ ഭേദഗതികളൊക്കെ വരുത്തിയത് 2008 2019 വരെ ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്. ഓക്കെ, എക്സാം ഓൺലൈൻ തന്നെയാണ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും കേട്ടോ എക്സാം. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിലുള്ള എല്ലാ ചാപ്റ്റേഴ്സുകളും എക്സാമിൽ ഉണ്ടാവും. പഠിക്കാത്തനുസരിച്ച് ഇനിയും പഠിക്കാത്തവരൊക്കെ പഠിച്ചു തുടങ്ങിയോ? നിങ്ങൾ പഠനം സ്റ്റാർട്ട് ചെയ്തോ? തുടങ്ങി. ഓക്കെ, ഇനിയും തുടങ്ങാത്തവരുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം, ഇനി അധികം സമയമില്ല. ഓക്കെ, ടൈം ടേബിൾ ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയോ ടൈം ടേബിൾ? ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, കിട്ടി. അപ്പൊ ടൈം ടേബിളും കിട്ടി, എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളുടെ ഡ്യൂട്ടി എന്താ? പഠിക്കുക എന്നുള്ളതാണ് അല്ലെ. അത് കൃത്യമായിട്ട് നിർവഹിക്കാം. കുഴപ്പമൊന്നും ഉണ്ടാവില്ല, എക്സാം ഒക്കെ ഈസി ആയിരിക്കും, നന്നായിട്ടൊക്കെ എഴുതാൻ പറ്റും കേട്ടോ. നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ പാസ്സാവുകയൊക്കെ ചെയ്യും കേട്ടോ. ഓക്കെ, പാസ് മാർക്ക് ഒന്നും നോക്കി നിൽക്കണ്ട, എന്തായാലും എല്ലാവരും പാസ്സാകും. അങ്ങനെ ആർക്കും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും അല്ലെ. കാരണം കുഴപ്പമൊന്നുമില്ല, മീൻസ് നമ്മൾ ക്ലാസ്സിലേക്ക് ഒരു അനുഭവം വെച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. എസ്സേ ടൈപ്പും കാര്യങ്ങളൊന്നും അല്ലല്ലോ, ഓപ്ഷൻസ് ഉണ്ടാകും. ദെൻ ഓപ്ഷൻസ് ഒക്കെ വായിക്കാം, നന്നായിട്ടൊക്കെ എക്സാം അറ്റൻഡ് ചെയ്യണം. ആരും ധൃതി പിടിച്ചൊന്നും അറ്റൻഡ് ഒന്നും ചെയ്യണ്ട, നന്നായിട്ട് ഓപ്ഷൻസ് ഒക്കെ വായിക്കാം, ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. അതുപോലെ ഓപ്ഷൻസ് നല്ല രീതിയിൽ 1-2 പ്രാവശ്യം വായിക്കുക. തിരക്കൊടിച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ തെറ്റിപ്പോകുന്നത്. കാര്യം ഓപ്ഷൻ ആണെങ്കിലും നമുക്ക് എന്താണ്, നമുക്കൊരു ടെൻഷൻ ആകും അല്ലെ. എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാകും. ടെൻഷൻ ഒന്നും വേണ്ട, ഫ്രീ ആയിട്ട് എക്സാം എഴുതാം, ടെൻഷൻ ഒന്നും അടിക്കണ്ട. ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഉള്ളത് കൂടി നമ്മൾ പോകും എന്ന് പറയും അല്ലെ. അപ്പൊ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വായിക്കാം. മൊഡ്യൂൾ എക്സാം ആണ് കേട്ടോ. മാം ആണോ എക്സാം ഇടുന്നതെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞു തരാനാണോ? അതിനാണോ ചോദിച്ചത്? അല്ല, ഓക്കെ, എക്സാം ബോർഡിൽ നിന്നായിരിക്കും കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പർ. മാം അല്ല എക്സാം ഇടുന്നത്. ഓക്കെ, ഞാൻ ആരുടെങ്കിലും ക്വസ്റ്റ്യൻ പറഞ്ഞു തരാനായിരുന്നോ?
ഓക്കെ, നമ്മൾ പഠിച്ചതൊക്കെ തന്നെ വരുള്ളൂ. എന്തായാലും പുറത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. വളരെ സിമ്പിൾ ആയിരിക്കും. ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ എക്സാമിന് വരാൻ വേണ്ടി പ്രാർത്ഥിക്കൂ. വരും, നന്നായിട്ടൊക്കെ എക്സാം എഴുതാം. ഓക്കെ, എല്ലാവർക്കും നേരത്തെ തന്നെ ബെസ്റ്റ് വിഷസ്, നന്നായിട്ട് എഴുതാം. എല്ലാവർക്കും നല്ല മാർക്കൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ പഠിക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.